കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കർഷക മുന്നേറ്റ യാത്രയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകി. കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റ് EP ജയരാജനാണ് ജാഥ നയിക്കുന്നത്. വന്യജീവി ശല്യം തടയണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 30, 31 തീയതികളിൽ തിരുവനന്തപുരത്ത് CCF ഓഫീസിന് മുമ്പിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ പ്രചരണത്തിനായുള്ളതാണ് ജാഥ. വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തുക, ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കുക, മനുഷ്യന് ജീവഹാനി സംഭവിച്ചാലുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കർഷക സംഘം തിരുവനന്തപുരത്ത് വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ രാപ്പകൽ ഉപരോധ സമരം നടത്തുന്നത്. ഈ സമരത്തിന്റെ പ്രചാരണത്തിനായി അഖിലേന്ത്യാ കിസാൻ സഭയുടെ വൈസ് പ്രസിഡന്റായ EP ജയരാജൻ ക്യാപ്റ്റനായി സംഘടിപ്പിച്ചിട്ടുള്ള ജാഥയ്ക്കാണ് കോതമംഗലത്ത് സ്വീകരണം നൽകിയത്. ചെറുവട്ടൂർ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് AC സത്യം സ്വീകരണം നൽകുന്നു. നെല്ലുപുഴി കമ്മിറ്റിക്ക് വേണ്ടി സജി ജോസഫ് കമ്മിറ്റിക്ക് വേണ്ടി സ്വീകരണ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KA ജോയി അധ്യക്ഷത വഹിച്ചു. വത്സൻ പനോളി, SK പ്രീജ, ഓമല്ലൂർ ശങ്കരൻ, NR സക്കീന, അഡ്വക്കേറ്റ് KJ ജോസഫ്, ഗോപി കോട്ടപുറിക്കൽ, R അനിൽകുമാർ, MC സുരേന്ദ്രൻ, PM ഇസ്മായിൽ, K തുളസി, AA അൻഷാദ്, സാബു വർഗീസ്, PM അഷ്റഫ്, KK ശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ന് നിങ്ങൾ നോക്കി കാണുന്ന ഭൂമിയെല്ലാം നിങ്ങളുടെ തന്നെ. ഇത് നമ്മുടേതായിരുന്നു. എങ്ങനെയാണ് ഈ ഭൂമി നമ്മുടേതായത്? ഒരു ഇടതുപക്ഷ ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ കർഷക പ്രസ്ഥാനം, സുശക്തമായൊരു കർഷക പ്രസ്ഥാനം കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭൂപരിഷ്കരണവും ഇന്നത്തെ കേരളവും ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ പല അവകാശികളും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷേ കേരളം ഉണ്ടാകുമായിരുന്നു. ഈ കേരളത്തിൻ്റെ അടിസ്ഥാന ഘടകം ഭൂപരിഷ്കരണമാണ്. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഭൂപരിഷ്കരണ രംഗത്ത് അവശേഷിക്കുന്ന ഭൂപ്രശ്നം കൂടി പരിഹരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. GTV ന്യൂസ് കോതമംഗലം.